മൊബൈൽ സർവീസ് ഇനി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം IC മൊബൈൽസിനൊപ്പം. അത്യാധുനിക മെഷീനറികൾ ഉപയോഗിച്ചുള്ള റിപ്പയറിംഗ്, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. മൊബൈൽ ഫോൺ ഏത് ബ്രാൻഡുമാവട്ടെ, IC മൊബൈൽസ് പരിഹാരം ഉറപ്പു നൽകുന്നു. IC മൊബൈൽസ് ചേലക്കരയിലെ ഏക മൊബൈൽ ഫോൺ സർവീസ് സെന്റർ, ഡോക്ടേഴ്സ് ടവർ, ചേലക്കര. വീടിന് മുകളിലേക്ക് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്ന ഒരു കുടുംബത്തെ ദുരന്തമുഖത്തേക്ക് തള്ളിവിടുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ. സർക്കാർ മുന്നോട്ട് വെച്ച ദുരന്ത നിവാരണ സംവിധാനം പോലും ചുവന്ന നാടകൾ കൊണ്ട് കെട്ടിയിടുകയാണ് ജീവൻ പേടിയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് മുന്നിൽ. റൈറ്റ് വിഷൻ, ബിഗ് സ്റ്റോറി. പുതിയൊരു വീടിന് മാത്രമാണ് ഇവിടുന്ന് പെർമിറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ഇവര് ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് മുറ്റത്ത് വീട് കെടുക്കണം എന്നാണെങ്കിൽ അത് മാത്രം നീക്കം ചെയ്യാൻ അനുവാദം തരും. നമ്മൾ മേഡം ഈ ഇടിയണേന്റെ ഒപ്പം തന്നെ ഈ ആൾക്കാർക്കും വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ആർക്ക് വേണ്ടിട്ട് അത് പണി മറ്റേ മണ്ണ് നീക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്താ വേണമെങ്കിൽ ഈ കേട്ട ശബ്ദം ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടേതാണ്. മേഡം ഈ ഇടിയണേന്റെ ഒപ്പം തന്നെ ഈ ആൾക്കാർക്കും വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ആർക്ക് വേണ്ടിട്ട് അത് പണി മറ്റേ മണ്ണ് നീക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്താ വേണമെങ്കിൽ ഇനി ആരോട് എന്തിനിത് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുലാക്കോട് 7-ാം വാർഡിലെ കൃഷ്ണൻകുട്ടി എന്ന ആളുടെ വീടാണിത്. ഈ വീടിന് പുറകിൽ ഇവരുടെ സ്ഥലത്തെ തന്നെ കുന്നിൽ നിന്നും അപകടകരമായ രീതിയിൽ മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ മഴ പെയ്യുമ്പോൾ പേടിയോടുകൂടി കഴിയുന്ന ഇവർ ഈ വിഷയം വില്ലേജ് ഓഫീസിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും അപേക്ഷ നൽകി ബോധിപ്പിച്ചു. 2 ഓഫീസുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവസ്ഥ നേരിട്ട് കണ്ടു. അപകടം ഒഴിവാക്കാൻ മണ്ണ് നീക്കം ചെയ്യുകയോ അല്ലാത്തപക്ഷം വീട്ടിൽ നിന്നും മാറി താമസിക്കുകയോ വേണമെന്ന വില്ലേജ് അധികാരികൾ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. ഈ വർഷം 2 പ്രാവശ്യം മണ്ണിടിഞ്ഞ് വീണു. മണ്ണ് വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം ഉള്ളിലേക്കാണ് വെള്ളം കയറുന്നത്. ഞങ്ങൾ അടുക്കളയിലും പുറത്തും ഉള്ളിലൊന്നും ആ റൂമിലൊന്നും കിടക്കാറില്ല. മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മണ്ണിടിയ കാരണം കൊണ്ട്. ഇത് ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ ഈ പ്രാവശ്യം മഴ വന്നിട്ട് അവർ വന്ന് കണ്ടുപോയതാണ് വില്ലേജ് ഓഫീസർ. എന്നിട്ട് അപേക്ഷ വെക്കാൻ പറഞ്ഞാൽ അപേക്ഷ വെച്ചു. 2 അപേക്ഷ വെച്ചതാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലത്തെത്തിയത് ഓവർസിയറാണ്. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ജീവനടക്കം അപകടത്തിൽ ആയിരിക്കുന്ന ഈ കുടുംബത്തെ വീണ്ടും വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന പ്രത്യേകതരം ഒരു ഐഡിയയാണ് ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ ഇവർക്ക് ഊതിക്കൊടുത്തത്. മണ്ണെടുത്ത് അതേ കുന്നിന്റെ മുകളിലേക്ക് നിക്ഷേപിക്കാൻ, അതുമല്ലെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന സംരക്ഷണ ഭിത്തി പടുത്തുയർത്താൻ, അതും ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന പാവങ്ങളോട്. ഒഴിവാക്കാൻ അതിനൊരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ സൈഡ് പ്രൊട്ടക്ഷൻ, ആരായാലും പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റുള്ളൂ. അതല്ലാതെ അതിന് വേറെ അപകടം ഒഴിവാക്കാൻ ഒരു മാർഗവും. നമുക്കിപ്പോൾ ഒരു പുതിയ വീട് വെക്കാനുള്ള സാഹചര്യം നമുക്കില്ല. അവരിത് കെട്ടിപ്പൊന്തിച്ച് നമ്മൾക്ക് സുരക്ഷ സംരക്ഷിക്കാനാണ് അവർ പറയുന്നത്. അതിന് കെട്ടിപ്പൊന്തിക്കാനുള്ള മാർഗം ഞങ്ങളെ കൊണ്ട് തൽക്കാലം നിർവാഹമില്ല. പിന്നെ മണ്ണ് കോരി മുകളിലേക്ക് ഇടാൻ പറഞ്ഞു. മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിലും ഫോഴ്സിലാണ് മണ്ണ് താഴേക്ക് വരിക. അപ്പോൾ ഒന്നിച്ച് പോവല്ലേ ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാണ് അവർ പറയണത്. അപകടം വരുന്ന സമയത്ത് ചെയ്യണത് എന്താ, കുടുംബം പോയി കഴിഞ്ഞിട്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുത്തത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് മണ്ണ് മാറി കിട്ടണം. പുതിയൊരു വീട് വെക്കാനും ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊന്നും നിർവാഹമില്ല. നിരപ്പായി കിടക്കുന്ന ആകെയുള്ള ചെറിയ സ്ഥലത്ത് വീടാണ്. അപകടകരമായ മണ്ണ് മാറ്റാൻ മറ്റു സ്ഥലങ്ങളില്ല. അപ്പോൾ പിന്നെ മണ്ണ് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് വേണ്ടത്. ഓവർസിയർ മുന്നോട്ട് വെച്ച നിയമങ്ങളുടെ ചുവപ്പ് നാടകൾ ജീവൻ പേടിയിൽ കഴിയുന്ന ഈ പാവങ്ങളോട് തന്നെ എന്തിനാണ് കാണിക്കുന്നത്? കൊണ്ടുപോകാൻ പാടില്ല, മേലേക്ക് ഇട്ടോളെ. 10 അടി ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് ഇട്ടാതെ ഒന്നിച്ച് നിരങ്ങല്ലേ ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും കിടക്കാൻ സുരക്ഷിതമല്ല. മണ്ണ് മാറ്റിയിടാൻ ഞങ്ങൾക്ക് വേറെ നിർവാഹവും ഇല്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് കുറച്ച് മണ്ണ് അങ്ങോട്ട് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടിഞ്ഞ് വീഴുകയാണെങ്കിലും മുറ്റത്ത് വീഴാനുള്ള ഇടം ഉണ്ടാവും. ഇതിപ്പോൾ മുറ്റത്ത് വീഴാനുള്ള ഇടം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് സുരക്ഷിത ഇല്ലാത്തത്. റൂമിലേക്കാണ് മണ്ണ് ഇടിഞ്ഞ് വീണ ഈ മഴ പെയ്ത വെള്ളവും എല്ലാം കൂടി റൂമിലേക്കാണ് കയറുക. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല മഴ പെയ്ത. അത്രയും അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അപേക്ഷ വെച്ചത്. അതെങ്ങനെയെങ്കിലും വിധത്തിൽ മാറ്റി കിട്ടും എന്ന് വിചാരിച്ചിട്ട്. ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഈ ദുരന്തം ഒഴിവാക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിയും, ദുരന്ത നിവാരണ ആക്ട് ഉപയോഗിച്ച്. പക്ഷേ ഈ പാവങ്ങളുടെ കാര്യത്തിൽ അനങ്ങിയിട്ടില്ല ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വല്ലാത്ത മനോഭാവമുള്ള ഉദ്യോഗസ്ഥർ. ചെയ്യാൻ
പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് എന്താ വേണമെങ്കിൽ ചെയ്തോളൂ. അല്ലാതെ എനിക്ക് തീരെ റിപ്പോർട്ട് ചെയ്താൽ പറ്റും. പുതിയൊരു വീടിന് മാത്രമാണ് ഇവിടുന്ന് പെർമിറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ഇവർ ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് മുറ്റത്ത് വീട് കെടുക്കണം എന്നാണെങ്കിൽ അത് മാത്രം നീക്കം ചെയ്യാൻ അനുവാദം തരും. മാഡം ഈ തന്നെ പറയാം. മാഡം ഈ ഇടിയണേന്റെ ഒപ്പം തന്നെ ഈ ആൾക്കാർക്കും വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ആർക്ക് വേണ്ടിട്ട് അത് പണി മറ്റേ മണ്ണ് നീക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ബുദ്ധിമുട്ടാണ്. അതിൽ എന്താ വേണമെങ്കിൽ മാഡം ഈ ഇടിയണേന്റെ ഒപ്പം തന്നെ ഈ ആൾക്കാർക്കും വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ആർക്ക് വേണ്ടിട്ട് അത് പണി മറ്റേ മണ്ണ് നീക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ബുദ്ധിമുട്ടാണ്. അതിൽ എന്താ വേണമെങ്കിൽ UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ഇതിൽ നിന്നും കൈ ഒഴിയാൻ കഴിയില്ല. അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ ഈ കുടുംബത്തെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. PV സമീർ, റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. മൊബൈൽ സർവീസ് ഇനി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം IC മൊബൈൽസിനൊപ്പം. അത്യാധുനിക മെഷീനറികൾ ഉപയോഗിച്ചുള്ള റിപ്പയറിംഗ്, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. മൊബൈൽ ഫോൺ ഏത് ബ്രാൻഡുമാവട്ടെ, IC മൊബൈൽസ് പരിഹാരം ഉറപ്പു നൽകുന്നു. കൂടാതെ ഡിസ്പ്ലേ പ്രശ്നങ്ങൾ, ഡാറ്റ വീണ്ടെടുക്കൽ, വാട്ടർ ഡാമേജ് റിപ്പയർ, മൊബൈൽ ആക്സസറീസ്, യൂസ്ഡ് മൊബൈൽ സെയിൽ, ടാബ്ലറ്റ് റിപ്പയർ തുടങ്ങിയ സേവനങ്ങളും. സ്മാർട്ട് വാച്ച്, ബ്ലൂടൂത്ത് സ്പീക്കർ, എയർപോഡ്സ് എന്നിവയുടെ ഏത് പ്രശ്നവും പരിഹരിക്കുന്നു. പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരും വാറന്റി പിന്തുണയുള്ള അറ്റകുറ്റപ്പണികളും. IC മൊബൈൽസ് ചേലക്കരയിലെ ഏക മൊബൈൽ ഫോൺ സർവീസ് സെന്റർ, ഡോക്ടേഴ്സ് ടവർ, ചേലക്കര. ഫോൺ 9847664720, 8139834720.